പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 22-ാം തീയതി വ്യാഴാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം എല്ലാ നിലകളിലും സന്തോഷവും അനുഗ്രഹപ്രദവുമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 119-ാം സങ്കീർത്തനം 77-ാം വാക്യം. സാംസ് 119 വേഴ്സ് 77 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ, നിന്റെ ന്യായപ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. ഇന്നത്തെ വാക്യത്തിൽ 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വരണം. എന്തിനു വേണ്ടിയാണ്? ജീവിച്ചിരിക്കേണ്ടത്. മാത്രമല്ല, ഒരു ദൈവ പൈതൽ ന്യായപ്രമാണത്തിൽ ദൈവവചനത്തിൽ രസിക്കുന്നു. 176 വാക്യങ്ങൾ അടങ്ങിയ വേദപുസ്തകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള അധ്യായം. ദൈവവചനം എന്നതിൻ്റെ പര്യായ പദങ്ങളായി ന്യായപ്രമാണം, തിരുവചനം, കൽപ്പന എന്നിങ്ങനെയുള്ള പല വാക്കുകളിലായി 176 വാക്യങ്ങളിലും ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ധന്യമായ സങ്കീർത്തനം. ഈ സങ്കീർത്തന പശ്ചാത്തലങ്ങളും മറ്റു കാര്യങ്ങളും നിരവധി പ്രാവശ്യം നാം ജീവജലത്തിൽ കൂടെ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആയതിലേക്കൊന്നും ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നില്ല. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ നിന്നും ചില ചിന്തകൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ ജീവിച്ചിരിക്കുവാൻ അനവധി കാര്യങ്ങളാണ് ചെയ്യുന്നത്. ചിരഞ്ജീവികളായി മാറുവാൻ ഇന്ന് ശ്രമിക്കുകയാണ്. മാത്രമല്ല, 70 വയസ്സായവർ എങ്ങനെ 30 വയസ്സാകാം, 60 വയസ്സായവർ എങ്ങനെ 25 വയസ്സാകാം എന്നിങ്ങനെയുള്ള കണ്ടെത്തലുകളിലേക്ക് മനുഷ്യൻ പോവുകയാണ്. എങ്ങനെ ചെറുപ്പം നിലനിർത്താം, എങ്ങനെ അധികകാലം ഈ ലോക ജീവിതത്തിൽ, ഇന്നത്തെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കാം, അതിനുവേണ്ടിയുള്ള തത്രപ്പാടിലാണ് മനുഷ്യർ സകലരും. സൗന്ദര്യ വസ്തുക്കളുടെ അമിതമായ ഉപയോഗം, പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തിയുള്ള പരീക്ഷണങ്ങൾ. ചിലർ ഭക്ഷണമേ കഴിക്കുന്നില്ല, ചിലർ തിരഞ്ഞെടുക്കപ്പെട്ട ഭക്ഷണം മാത്രം കഴിക്കുന്നു, ചിലർ എക്സസൈസ് ചെയ്ത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാം ആരോഗ്യ സംരക്ഷണമാണ്. എല്ലാം ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണം, ലളിതമായി ജീവിക്കണമെന്ന് പറയുകയും അമിത ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുകയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, നാം ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തിന്റെ കരുണ, കൃപ നമ്മുടെ മേൽ ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണെന്ന് ദൈവവചനം പറയുന്നു. എന്തിനാ നമ്മുടെ പ്രായം കുറച്ച് കാണിക്കുന്നത്? എന്തിനാ ഇത്ര വെപ്രാളം പിടിക്കുന്നത്? എന്തിനാ ഇത്ര സങ്കടപ്പെടുന്നത്? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയും കൃപയും ഉണ്ടെങ്കിൽ ഇതിനകത്തിലൊന്നും ഒരു കാര്യവുമില്ല. നാം സന്തോഷത്തോടെ ദൈവം തരുന്ന ആയുസ് സ്തോത്രത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നതിലാണ് പ്രാധാന്യം ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കേണ്ടതിന്
ദൈവകൃപയ്ക്കു വേണ്ടി, സ്വർഗീയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുകയാണ്, അങ്ങയുടെ ന്യായപ്രമാണത്തിലാണ് ഞാൻ രസിക്കുന്നത്. ഇന്ന് പ്രായഭേദമന്യേ സകലർക്കും രസിക്കാനുള്ള സകല എലമെന്റ്സും ഈ ലോകത്തിലുണ്ട്. പ്രത്യേകിച്ച് ലോകം ഇന്ന് കൈക്കുമ്പിളിൽ എത്തി നിൽക്കുകയാണ്. ഒരു വയസ്സായ കുഞ്ഞു പോലും അടങ്ങി ഒന്നിരിക്കണമെങ്കിൽ യൂട്യൂബ് വെച്ചു കൊടുക്കണം. ശരിയല്ലേ? ഇതല്ലേ ഇന്നിന്റെ പ്രത്യേകത. പിന്നെ ആ പ്രോഗ്രാം തീരുന്നിടം വരെ ആ കുഞ്ഞിനെ കൊണ്ട് ഒരു ശല്യവുമില്ല. ആ ഒരു നിലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രായഭേദമന്യേ രസിക്കാൻ നിരവധി അനവധി കാര്യങ്ങളായി. എന്നാൽ ഒരു ദൈവ പൈതൽ ദൈവവചനത്തിൽ രസിക്കുന്നവരായിരിക്കണം. ഞാൻ ഈ പ്രഭാതത്തിൽ വളരെ ആത്മാർത്ഥതയോടെ ചോദിക്കട്ടെ, പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്നതിൽ സന്തോഷം, രസം നമുക്കുണ്ടോ? ദൈവവചനം വായിക്കുമ്പോൾ ഉള്ളിന്റെ ഭാരങ്ങളും സങ്കടങ്ങളും സംശയങ്ങളും വിഷമതകളും ഒക്കെ അലിഞ്ഞില്ലാതായി ഒരു വലിയ തൃപ്തിയും ആത്മസംതൃപ്തിയും പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഒരാരാധനയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ ആകമാനം നമ്മളൊന്ന് മാറി ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിൽ എത്തുന്നുണ്ടോ? ഇവയൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്, അല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നാം ദൈവവചനത്തിൽ രസിക്കുന്നവരാണ്. അല്ല, പോയി തിരിച്ചു വന്നു, എന്തിനാ പോയി? വീണ്ടും അതേ അവസ്ഥ തന്നെയാണ് എന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവചനത്തിൽ രസിക്കുന്നവരല്ല. നാം ദൈവവചനം വായിച്ചു കഴിയുമ്പോൾ ഉള്ളിലൊരു ധൈര്യവും ആ സംഘർഷഭരിതമായ അവസ്ഥകളൊക്കെ മാറി ഒരു തൃപ്തി, ഒരു സന്തോഷം, മറ്റുള്ളവരോട് പറയുവാൻ മനസ്സിനൊരു ധൈര്യം, ഇവയൊക്കെ ലഭിക്കുന്നുണ്ടോ? നിർഭാഗ്യവശാൽ ഇന്ന് മനുഷ്യൻ ചിരിക്കുന്നതും രസിക്കുന്നതും സോഷ്യൽ മീഡിയയിലാണ്. ഒരു ഭവനത്തിൽ 4 പേരുണ്ട്, 3 പേരുണ്ട്, 2 പേരുണ്ടെങ്കിൽ അന്യോന്യം സംസാരിക്കാറില്ല. അവർ അന്യോന്യം തിരിഞ്ഞിരുന്ന് മൊബൈലിലാണ് ജീവിതം തീർക്കുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധവും അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രാർത്ഥിച്ചാൽ ആ സമയത്ത് എന്തൊക്കെയോ പ്രാർത്ഥിച്ചെന്ന് വരുത്തുന്നു, പക്ഷേ ഉള്ളിൽ ദൈവവചനത്തിൽ രസിക്കാൻ കഴിയുന്നുണ്ടോ? വിശ്വവിഖ്യാതമായ ദാവീദിന്റെ 51-ാം സങ്കീർത്തനമായ അനുതാപ സങ്കീർത്തനത്തിൽ ദാവീദ് എടുത്തു പറയുന്നുണ്ട്, എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണം. അതെ, ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ട ദാവീദിന് മനസ്സിലായി, അയ്യോ ഇന്നിന്റെ എന്റെ അവസ്ഥ എത്രയോ ഭീകരവും എന്റെ രക്ഷയുടെ നാളുകൾ എത്രയോ മനോഹരവുമായിരുന്നുവെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ സകല രസങ്ങളും നൈമനുഷികമാണ്. ഇത് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ പരമാവധി ശ്രമിക്കണം. ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് 10ാം ക്ലാസ് വരെ അല്ലെ 12ാം ക്ലാസ് വരെ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഉള്ളൂ. അവർ പലയിടങ്ങളിലെ പഠിക്കുവാനൊക്കെ പോകുന്നു. അതിനുള്ളിൽ നമുക്ക് കൊടുക്കാവുന്ന മാക്സിമം ദൈവവചനം, ദൈവിക ഉപദേശം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും പിന്നീടുള്ള സമയങ്ങളിൽ അവരെ അതിനുവേണ്ടി ഉദ്വേഗത്തോടെ അവരെ ആ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുവാൻ ദൂരസ്ഥരായിരിക്കുന്ന മാതാപിതാക്കൾ ശ്രമിക്കണം. കാരണം ഈ ലോകത്തിന്റെ രസം ഇന്നത്തെ തലമുറയുടെ ഉള്ളിൽ കയറിയാൽ ദൈവത്തിങ്കിലേക്കെന്നല്ല, കുടുംബത്തിലോട്ട് പോലും ഇന്നത്തെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരികയില്ല.
പാടുപെട്ട് കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കൾ അന്യം നിന്ന് പോവുകയാണ്, അറിയാത്ത വിധത്തിൽ മാറിപ്പോവുകയാണ്. അതുകൊണ്ട് ലോകത്തിന്റെ രസം പിടിക്കുവാൻ അവരെ അനുവദിക്കാതെ ദൈവവചനത്തിൽ രസിക്കുവാൻ നമ്മളും തയ്യാറാകണം. നമ്മുടെ തലമുറയെ അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്യണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വചനത്തിൽ കൂടെയുള്ള രസം നമുക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞാൽ പിന്നെ ഇന്നിന്റെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ രോഗം അലട്ടുമ്പോൾ ദൈവവചനം നമ്മളോട് പറയും, മകനെ മകളെ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അപ്പൊ പിന്നെ ആ രോഗവും പ്രശ്നവും അങ്ങ് മാറിപ്പോകും. നമ്മുടെ ഉള്ളിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ രൂപമായിരിക്കും. നമ്മൾ കേൾക്കുന്ന ചില വാക്കുകൾ, വേദന നിറഞ്ഞ ചില ഫോൺ കോളുകൾ, നമ്മെക്കുറിച്ചുള്ള ചില അപവാദങ്ങൾ, ചില മാനസിക പ്രയാസങ്ങൾ എന്നിവ നേരിടുമ്പോൾ ദൈവജനം നമ്മളോട് പറയും, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എന്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. അതോടെ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഒറ്റപ്പെട്ട് ഏകയായി സ്നേഹിച്ചവരൊക്കെ പോയി, കരുതിയവരൊക്കെ വിട്ടുപോയി, ഇനി ഞാൻ എന്തിനും ജീവിക്കണം, ഞാൻ ഒറ്റയായി പോയല്ലോ എന്ന് മനസ്സിൽ ഏകാന്തതയും വല്ലാത്ത ലോൺലെസ്സും അനുഭവിക്കുമ്പോൾ ദൈവവചനം നമ്മളോട് പറയും, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഈ ദൈവവചനമൊക്കെ ഹല്ലേലൂയ എത്ര രസകരമായി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഇന്നിന്റെ രസക്കൂട്ടുകളായ സോഷ്യൽ മീഡിയയോ മയക്കുമരുന്നുകളോ മദ്യപാനങ്ങളോ ഉല്ലാസങ്ങളോ ഉല്ലാസയാത്രകളോ പ്രിയമുള്ളവരെ എത്ര നേരത്തേക്കാ? ഇതിന്റെയൊക്കെ അന്ത്യം വലിയ നാശകരവും ജയിലറകളും മാത്രമല്ലേ? എന്നാൽ ദൈവവചനത്തിൽ ഒരാൾ രസിക്കാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ, ആളിന് ഈ ലോകം കൊടുക്കാത്ത ദിവ്യമായ സമാധാനം, ഉയരത്തിലെ സന്തോഷം, അതിലുപരിയായി നിത്യജീവന്റെ ഉടമസ്ഥതയും തമ്പുരാൻ നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ജീവജലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ ചൊരിയട്ടെ. നമ്മുടെ ജീവിതം ഏറ്റവും രസപ്രദകരമായി സന്തോഷപ്രദമായി മുൻപോട്ട് പോകുവാൻ ദൈവവചനത്തിൽ പരിപൂർണമായി ആശ്രയിക്കുക, ഉറയ്ക്കുക. അങ്ങനെ ഒരു ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി ഇന്നിന്റെ പ്രശ്നങ്ങളെയൊക്കെ മറന്ന് കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ശാന്തവും മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുവാൻ ലോകപ്രകാരമുള്ള അനേക കുറുക്കുവഴികൾ നേടുമ്പോൾ സ്വർഗത്തിലെ കരുണയൊന്ന് മാത്രമാണ്, ദയൊന്ന് മാത്രമാണ് ഞങ്ങളുടെ ജീവന്റെ ആധാരമെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. മാത്രമല്ല, ലോകത്തിന്റെ രസക്കൂട്ടുകളിൽ മനുഷ്യനിന്ന് വ്യഗ്രതയോടെ ഓടി നടക്കുമ്പോൾ ആ രസക്കൂട്ടുകളൊക്കെ ശാപത്തിനും ദോഷത്തിനും നാശത്തിനും ചെന്ന് വധിക്കുമെന്നും അവയൊക്കെ നൈമിഷികവും മാത്രമാണെന്ന് ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ചു. എന്നാൽ ഞങ്ങൾ രസിക്കേണ്ടത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിലാണെന്നും ആ വചനത്തിൽ കൂടെയുള്ള രസം ഞങ്ങളുടെ ഇന്നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഞങ്ങളെ സമാധാനത്തോടെ നയിക്കുകയും നിത്യജീവന്റെ ഉടമകളാക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾക്കുള്ള സന്ദേശം നൽകിയതിനായി സ്തോത്രം. ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ ദിന മക്കളെയും അനുഗ്രഹിക്കണം, സ്വർഗീയ കൃപകൾ കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവവചനത്തിൽ ലഭിക്കപ്പെടുന്ന ഈ സന്തോഷം, ഈ രസം
നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് സ്വാംശീകരിച്ചെടുക്കാം. വചനം വായിക്കാം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ നിശ്ചയമായും ദൈവവചനം വായിക്കണം, സമയം കണ്ടെത്തണം, അതിനുവേണ്ടി സമയം വേർതിരിക്കണം. അങ്ങനെ വചനം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം. പ്രതികൂലങ്ങളിൽ ഒരു വലിയ ധൈര്യമായി വചനം നമ്മുടെ മുമ്പിൽ വരത്തക്കവണ്ണം നമ്മുടെ ഹൃദയ പലകകളിൽ എഴുതണം. അങ്ങനെ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി ഇന്നിന്റെ പ്രതികൂലങ്ങൾ വൻ തിരമാലകളായി ആഞ്ഞടിക്കുമ്പോൾ ദൈവവചനം കൊണ്ട് അതിനെ വെട്ടി വേർപിരിച്ച് സ്തോത്രത്തോടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.